RDXന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് പെട്ടെന്നാണല്ലോ അത് ചാനലിൽ ഒരു വാർത്തയായിട്ട് വരുന്നത്, ഒരു കേസ് കൊടുത്തു നോക്കാൻ. കാരണം നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, ആ എഗ്രിമെൻ്റ് പ്രകാരം നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവർക്കെല്ലാം കൊടുത്തതാണ്. പിന്നെ അവർക്കൊരു സംശയം വരികയാണെങ്കിൽ ചെയ്യേണ്ടത് വന്ന് ചെക്ക് ചെയ്യാം. നമുക്കതിനെല്ലാം പ്രൂഫുണ്ട്, ഇമെയിൽസൊക്കെ ഉണ്ട്, നിങ്ങൾ വന്ന് ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്യാൻ വന്നില്ല, വരാതെയാണ് അവർ പോയി കേസ് കൊടുത്തത്. അപ്പം കേസ് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഞെട്ടൽ വരും. പിന്നെ ചാനൽസ് എന്താ ചെയ്യുന്നത്, നമ്മുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് കാണിച്ചിട്ട് മാക്സിമം നമ്മൾ ഏതോ വലിയൊരു കുറ്റം ചെയ്ത പോലെയാണ് അവർ അറസ്റ്റ് RDX പ്രൊഡ്യൂസ് അങ്ങനെയൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ നമുക്കിത് തോന്നും, ഷോ ഇതെന്താ ഇവർ നമ്മളോടൊരു ഒന്ന് വിളിച്ചു പോലും ചോദിക്കാതെ ഇവരിത് ചെയ്തല്ലോ. അത് ഇപ്പോൾ എല്ലാം ക്ലോസ്, എല്ലാവർക്കും മനസ്സിലായത് എന്താണ്. നമ്മളോട് പലരും വിളിച്ച് പറഞ്ഞു അവരുടെ സിനിമ ഇറങ്ങാനായിട്ടുള്ള പ്രൊമോഷൻ സമയത്ത് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ. ആ ടൈമിലാണ് അവരുടെ ഒരു മെറ്റീരിയൽ ഇറങ്ങുന്നതിൻ്റെ തലേന്നായിരിക്കും വീണ്ടും കൊണ്ടുപോയി ഇതിൻ്റെ ഒരു ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആ സമയത്ത് ശരിയാ, 1-2 പേരെ എനിക്ക് മനസ്സിലായി. നമ്മൾ വിളിച്ച് 1-2 ആൾക്കാർ വിളിച്ചിരുന്നു. അവർ വിളിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, ആർക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമുക്ക് മനസ്സിലായി ആ ടൈമിൽ.